ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. രക്തബന്ധങ്ങളെക്കാൾ കൂടുതലായി നമ്മെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ആത്മബന്ധങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒരു ആത്മസുഹൃത്ത് എൻ്റെ ഒരു അനിയൻ വൈദികനാണ്. വൈദികനായ ശേഷം എനിക്ക് എഴുതിയ കത്താണ്. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പ്രിയപ്പെട്ട ചേച്ചിക്ക്, സെമിനാരിയിലായിരുന്നപ്പോൾ ഒത്തിരി എഴുതാനും വായിക്കാനും സമയമുണ്ടായിരുന്നു. എന്നാൽ അച്ഛനായപ്പോൾ അത് കുറഞ്ഞിട്ടില്ല എങ്കിലും മടി ഒരു തടസ്സമാണ്. ഇതിത്ര പെട്ടെന്ന് എഴുതണമെന്ന് ഓർത്തില്ല. ഞാൻ സ്വപ്നം കണ്ടതിലും വെച്ച് വളരെ മനോഹരവും സന്തോഷവും വിശുദ്ധവുമാണ് ഈ പൗരോഹിത്യം. അനുദിന ബലിയർപ്പണങ്ങൾ നമുക്ക് ഒരു ശീലമാകുമെന്ന എൻ്റെ ആശങ്കയ്ക്ക് വിരാമം വിട്ടത് ഓരോരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ടുള്ള ബലിയർപ്പണമാണ്. എല്ലാവരെയും ഓർത്ത് ബലിയർപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ നല്ല തിരക്കുള്ള ഒരു ഇടവകയാണ്. ചേച്ചിക്ക് അറിയാലോ, വലിയച്ഛൻ ഒത്തിരി ക്ഷീണമുള്ളതിനാൽ പുറത്തു പോയിട്ടുള്ള 80% പരിപാടികളും ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാലും അച്ഛൻ എനിക്ക് ആവശ്യത്തിന് റെസ്റ്റും ഫ്രീഡമും തരും. അത് വലിയ ഉത്തേജകമാണ്. സത്യം പറഞ്ഞാൽ നവംബർ 9 ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഞാൻ എഴുതുന്നത്. ജീവിതത്തിലെ നിയോഗങ്ങൾ പൂർത്തിയാകുന്നത് എല്ലാവരുടെയും പുഞ്ചിരി മുഖത്ത് കാണുമ്പോഴാണ്. ആ പുഞ്ചിരി മറ്റുള്ളവരുടെ മുഖത്ത് സൂക്ഷിക്കാനായി ഞാൻ അവരെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ശ്രമിക്കാറുണ്ട്. ചേച്ചിയുടെ മുഖത്ത് ഇത് വായിക്കുമ്പോൾ കണ്ണു നിറയുന്നെങ്കിലും പുഞ്ചിരി കൊണ്ടുവരണം. ഒന്ന് ചിരിച്ചേ. നമ്മൾ സത്യസന്ധതയോടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ മറ്റൊന്നും ഈ ലോകത്തില്ല. എന്നാൽ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം, ചേച്ചി ഒരു സന്യസ്തിയായി, ഞാനൊരു അച്ഛനായി, അതിനോട് 100% വിശ്വസ്തത പുലർത്തിയാൽ മറ്റുള്ളവരുടെ കണ്ണിലല്ല, മറിച്ച് നമ്മുടെ ഈശോയുടെ കണ്ണിൽ വിശ്വസ്തത പുലർത്തിയാൽ മതി നമുക്ക് വിശുദ്ധരാകാം. നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകാം. എന്നാലും ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ക്ലേശങ്ങൾ എത്ര നിസാരമാണ്. അതിനാൽ എൻജോയ് ദ പ്രസൻറ്റ് ബൈ എയിമിങ് അറ്റ് ദ ഫ്യൂച്ചർ. ഒരു ഇമോജി ഉണ്ട്, ഒരു ചിരിക്കുന്ന ഒരു ഇമോജിയും വരച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ എപ്പോഴും ബിസിയായിരിക്കുക, അത് ഞാൻ ശ്രമിക്കുന്ന കാര്യമാണ്. കിട്ടുന്ന ഓരോ അവസരങ്ങളും മാക്സിമം ഉപയോഗിക്കുക. ഇടിച്ചു കയറുക, പിടിച്ചു നിൽക്കുക. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ലൈഫിലെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കുറയുമോ എന്നറിയില്ല. പക്ഷേ ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണത നമ്മളെ ധൈര്യപ്പെടുത്തണം. അത് സാധ്യതകൾ ഉള്ളിടത്ത് പറന്നുയരാൻ മാത്രമല്ല, മറിച്ച് കൂട്ടിലാണെങ്കിലും ഒരു കിളിക്ക് പാടാൻ കഴിയുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥയെ കുറ്റപ്പെടുത്താതെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. സങ്കീർത്തനം 17:8 കുത്തുകുത്തായിട്ടിട്ടുണ്ട്. വേർഡ്സ് ഞാനിന്ന് വായിക്കണം. ഓടുക, പറ്റിയില്ലെങ്കിൽ നടക്കുക, അതും പറ്റിയില്ലെങ്കിൽ ഇഴയുക. ബട്ട് ദെയർ ഷുഡ് ബി എ മൊമെൻറ്റ് ഇൻ അവർ ലൈഫ്. ഒത്തിരി സ്നേഹത്തോടെ, സ്വന്തം അനിയൻ. ഈ കത്ത് ഞാൻ വായിക്കാൻ കാരണം, ഇതിൽ ഒരുപാട് വിഷയങ്ങൾ, സ്നേഹത്തോടെ എഴുതിയ പല വിഷയങ്ങളും ഇന്ന് എൻ്റെ സന്യാസ ജീവിതത്തിൽ എനിക്ക് വളരെ ബലം നൽകുന്നതാണ്, പ്രകാശം നൽകുന്നതാണ്. ഓരോരുത്തർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്ന ഒരു ബലിയർപ്പണം, അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം വേറെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം പൂർത്തീകരിക്കുന്നത് മറ്റുള്ളവരുടെ മുഖത്ത് ചിരി വിടരുമ്പോഴാണ് എന്നെഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത്, ആരുടെ മുമ്പിലും നമ്മൾ വിശ്വസ്തരായില്ലെങ്കിലും ഈശോയുടെ കണ്ണിൽ നാം 100% വിശ്വസ്തരായിരുന്നാൽ അത് മാത്രം മതി. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സന്യാസി എന്ന നിലയിൽ എന്നെ പ്രചോദിപ്പിച്ച കാര്യങ്ങളാണിത്. ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വൈദികനാകട്ടെ, ഒരു സന്യാസിയാകട്ടെ, നമുക്ക് പരസ്പരം വേണ്ടത് ഇതുപോലുള്ള ആത്മബന്ധങ്ങളും ഇതുപോലെ ആത്മാർത്ഥത നിറഞ്ഞ ചില പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളുമാണ്. അത് തമ്പുരാൻ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ ആകുവാനായി ഒരു പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ കത്ത് ഞാൻ വായിച്ചത്. എൻ്റെ ലൈഫിലെ ഇതുപോലെ എന്നെ പ്രകാശിപ്പിക്കുന്ന എൻ്റെ അനുജന് ഞാൻ ഈ സമയത്ത് നന്ദിയും പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.